ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു ഡിന്നർ വ്ളോഗാണ് കേട്ടോ. അങ്ങനെ രാത്രി ഒരു 6:30 ആയപ്പോൾ നമ്മൾ കിച്ചണിലോട്ട് കയറി കേട്ടോ. ആദ്യം തന്നെ വാവയ്ക്കൊരു മുട്ടയൊക്കെ പൊരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുട്ടയിലേക്ക് കുരുമുളക് പൊടി ഉപ്പൊക്കെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അതിനുശേഷം രാത്രിയിലേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെയാണ് കേട്ടോ കിച്ചണിൽ കയറിയത്. നമ്മൾ കിച്ചണിൽ ചെറിയൊരു ലീക്കേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി 9 മണിയൊക്കെ ആകുമ്പോൾ ആൾ വരും കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി മാറ്റി മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെ നമ്മൾ ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് തന്നെ നമ്മൾ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇക്കയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് ഉണ്ടാക്കുന്നത്. അരിപ്പത്തിരിയും കുറുമയുമാണ്. ഇക്കയ്ക്ക് ഏറ്റവും ഇഷ്ടം മട്ടൻ കുറുമയാണ്. പക്ഷേ ഇവിടുത്തെ മട്ടൻ ഞങ്ങൾ മേടിക്കുമ്പോൾ എല്ലാം ഫ്ലോപ്പായി പോകാറാണ് കേട്ടോ പതിവ്. അത്ര ഫ്രഷ് സാധനമൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ചിക്കൻ കുറുമയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവോള നീളത്തി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 2 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അങ്ങനെ സവോളയൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ കുറുമ 2 രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. ഒന്നെങ്കിൽ പച്ച മസാലയിൽ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ വഴറ്റിയും ഉണ്ടാക്കാം കേട്ടോ. രണ്ടും അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതുപോലെ ചിക്കൻ കുറുമ ഉണ്ടാക്കാൻ എനിക്ക് അത്ര അങ്ങോട്ട് അറിയത്തില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വീട്ടിൽ വിളിച്ച് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ സവോളയുടെയൊക്കെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊടികളൊക്കെ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ മെയിനായിട്ട് കുരുമുളക് പൊടിയാണ് കേട്ടോ. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചെറുതായിട്ട് പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടിയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ തക്കാളിയൊക്കെ വഴറ്റി മാറ്റിയതിന് ശേഷം നമുക്ക് ചിക്കനും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുഞ്ഞു കോഴിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഇറച്ചി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചിക്കനും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ വാവ കിച്ചണിൽ നിന്ന് നല്ല കളിയായിരുന്നു. ആളാണെങ്കിൽ ഇന്ന് വൈകുന്നേരം ഉറങ്ങിയതും ഇല്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു വലിയ കിഴങ്ങും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് ചിക്കൻ ഒരു പകുതി വേവായതിനു ശേഷം ഈ കിഴങ്ങിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അതാകുമ്പോൾ കൂടുതലൊന്നും വെന്തൊന്നും പോകത്തില്ല. പക്ഷേ ഇത്തവണ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ചില സമയമൊക്കെ വെന്ത് പോകാനുള്ള ചാൻസും ഉണ്ട്. അങ്ങനെ നമ്മൾ കിഴങ്ങൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടിയൊക്കെ ഒഴിച്ച് ഒന്ന് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ ഞാൻ 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പിൻ്റെ നല്ല കുറവുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഉപ്പും കൂടിയൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിനെടുത്ത് പിന്നീട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ചിക്കനും കിഴങ്ങും ഒക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കിഴങ്ങൊന്നും ഓവറായിട്ടൊന്നും വെന്ത് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഒറ്റ പാലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു തേങ്ങയുടെ 3/4 ഭാഗം എടുത്ത് പാലാക്കിയതാണ് കേട്ടോ. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് കുറുമേനോടൊന്നും വലിയ താല്പര്യമില്ല. കൂടുതലും നല്ല എരിവുള്ള കറിയിനോടാട്ടോ താല്പര്യം. പക്ഷേ ഇവിടെ ഇക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി അഥവാ കുറുമ വെച്ചാലും കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയിൽ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. അതാണ് എനിക്കിഷ്ടം. ഒരുപാട് ഇങ്ങനെ ലൂസായിട്ടുള്ള ഗ്രേവി എനിക്കിഷ്ടമേ അല്ല. അങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ട് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അങ്ങനെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് 2 നേരത്തേക്കുള്ള കറിയാണ് കേട്ടോ, നാളെ രാവിലത്തേക്കും കൂടി ഉള്ളതാണ്. അതാണ് കുറച്ച് കൂടുതൽ വെക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറുമയൊക്കെ ഉണ്ടാക്കുമ്പോൾ മസ്റ്റായിട്ട് മല്ലിയില വേണം. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇക്ക വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറുമയുടെ പണിയൊക്കെ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ കറി റെഡിയായി. പിന്നെ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് വെച്ചതിന് ശേഷം കുറച്ചൊന്ന് കുറുകിയൊക്കെ വരും കേട്ടോ കറിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കറിയുടെ ലാസ്റ്റ് ലുക്ക് ഇതാണ് കേട്ടോ. പിന്നെ ഇത്തവണ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ പാത്രങ്ങളും ഒക്കെ അപ്പോൾ കഴുകി വെക്കുന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് ആൾ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീർക്കണം. പിന്നീട് നമ്മൾ അരിപ്പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അരിപ്പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അരിപ്പത്തിരി ഉണ്ടാക്കുന്നതിന് എനിക്കിങ്ങനെ അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് വെള്ളത്തിലോട്ട് ഇങ്ങനെ ഒരളവിന് പൊടിയൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അല്ലാതെ ഇങ്ങനെ അളന്നെടുത്തൊന്നും അങ്ങനെ ഉണ്ടാക്കത്തില്ല കേട്ടോ. പക്ഷേ എന്തോ കറക്റ്റായിട്ട് കിട്ടാറുമുണ്ട്. പിന്നെ നമ്മൾ ഇത്തവണ യൂസ് ചെയ്തിട്ടുള്ളത് അജ്മിയുടെ അരിപ്പൊടിയാണ് കേട്ടോ. നല്ല അടിപൊളി പൊടിയാണ്. അങ്ങനെ ചൂടുവെള്ളത്തിൽ ഇട്ട് നമ്മൾ പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ മാവിൻ്റെ ചൂടൊക്കെ ജസ്റ്റ് ഒന്ന് കുറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കുഴച്ചെടുക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തതിനൊക്കെ ശേഷം നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മാവ്. അങ്ങനെ ചൂടൊക്കെ പോയി കിട്ടാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയൊരു ചൂടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വെള്ളത്തിലൊക്കെ കൈമുക്കി ജസ്റ്റ് എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാവൊക്കെ കുഴച്ചതിന് ശേഷം നമ്മൾ ബോൾസ് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ മാവ് നമ്മൾ കുഴച്ചിട്ടുണ്ടായിരുന്നു, നാളെ രാവിലത്തേക്കും കൂടി വേണ്ടിയാണ് കേട്ടോ. പിന്നെ പണി പെട്ടെന്ന് തീർക്കാൻ വേണ്ടി വലിയ ബോൾസാണ് കേട്ടോ ആക്കുന്നത്. ഇവിടെ ഐസുവിന് ആകെപ്പാടെ ഇഷ്ടമുള്ള 2 പലഹാരമാണ് കേട്ടോ, ഇതും അല്ലെങ്കിൽ പുട്ട്. വേറെ ഒരു ഐറ്റംസും കഴിക്കാറില്ല. ഇത് നമ്മൾ ചുടുന്ന സമയം തന്നെ കുറച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ കഴിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് ബോൾസാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുൾ മാവും ബോൾസാക്കി കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. ഈ സമയമൊക്കെ ആയപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നല്ലപോലെ ഒന്ന് പരത്തിയൊക്കെ എടുക്കുന്നുണ്ട്. ഇത്തവണ മാക്സിമം പൊടി കുറച്ചാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ഈ ഒരു പൊടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുപോകത്തൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ആദ്യം പരത്തിയെടുത്തൊന്നും വലിയ ഷേപ്പും കാര്യങ്ങളൊന്നും വന്നില്ലെങ്കിലും നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മുഴുവൻ മാവും പരത്തിയെടുത്തതിന് ശേഷം ചുട്ടെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പാനൊക്കെ ചൂടാന് ശേഷം നമ്മൾ അരിപ്പത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്തവണ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പൊടിമാവൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ. പിന്നെ ഒട്ടുമിക്ക എല്ലാ അരിപ്പത്തിരിയും നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അതായത് 9 മണിയൊക്കെ ആകുമ്പോൾ ഇക്ക വരുന്നതിൻ്റെ കൂട്ടത്തിലാണ് കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്യാൻ ആളും വരുന്നത്. ആ ഒരു ടൈം ഇപ്പോൾ തന്നെ നമ്മൾ കുക്കിങ്ങും പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് റൂമിൽ കൊണ്ട് വെക്കുവാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അരിപ്പത്തിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചുട്ടെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഐസൂന് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക വന്ന ടൈമിൽ മല്ലിയിലയും അതുപോലെ തേങ്ങ ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് മല്ലിയിലയും കൂടിയൊക്കെ ഒന്ന് കറിയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ടൈമായപ്പോൾ നമ്മൾ കറിയൊക്കെ അത്യാവശ്യം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്.
അതിനുശേഷം ഒരു 10:30 ആയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ അരിപ്പത്തിരിയും ചിക്കൻ കുറുമയും ഒക്കെ ആയിരുന്നു. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുറുമയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ അരിപ്പത്തിരി നല്ല പഞ്ഞ പോലത്തെ അരിപ്പത്തിരി ആയിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടും കൂടി നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഇക്കാക്കുള്ള അരിപ്പത്തിരിയും അതുപോലെ ചിക്കൻ കുറുമയും ഒക്കെ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഇക്ക നല്ലപോലെ വിശന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ചിക്കൻ കുറുമയുടെയൊക്കെ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മുടെ ചിക്കൻ ആണെങ്കിലും കിഴങ്ങാണെങ്കിലും കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ബൈ ബൈ.